ഹൗ ഡു യു ഫീൽ അബൌട്ട് സ്കൂൾ കഴിഞ്ഞതിനെ പറ്റി? വണ്ടി പഞ്ചറായി ഗൈസ്. ദിസ് ഈസ് ദ ഫൈനൽ ടൈം വി ആർ ഹിയർ. ഓക്കേ, ഇനി എന്താ പ്ലാൻ? അതൊന്നും അറിയില്ല. This is the last time ഈ ഒരു യൂണിഫോം ഞാൻ wear ചെയ്യും. And here we go to the day 1 of our school. രാവിലെ 4 മണിക്ക് എണീക്കുന്നു. ഓ മൈ ഗോഡ്, ഇപ്പോഴും ഏകദേശം 4 മണിക്ക് തന്നെ എണീക്കുന്നത് കാരണം നോമ്പാണ്. എന്തായാലും വ്ളോഗ് എടുക്കണ സെറ്റപ്പൊക്കെ ആക്കുന്നു. പിന്നൊരു സെറ്റപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റാൽ മെസ്സേജ് അയക്കും, അഥവാ നേരത്തെ എണീറ്റില്ലെങ്കിൽ വിളിക്കുക. സോ ഇതൊരു നല്ല സ്റ്റഡി സെറ്റപ്പാണ്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ബെഡൊക്കെ നന്നാക്കുന്നു, പിന്നെ നമ്മുടെ റൂമൊക്കെ നോക്കുന്നു. പിന്നെ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ബോർഡും എഴുതി വെച്ച സംഭവമായിരുന്നു ഇന്ന് വ്ളോഗ് ഉണ്ട് കേട്ടോ എന്നുള്ള സംഭവം. കാരണം അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. ആകെ മാനത്ത് നോക്കിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഓർമ്മ ഉണ്ടാവണമല്ലോ. പിന്നെ മോർണിംഗ് റൂട്ടീൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ടു ഡു ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അഗെയിൻ. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം നമുക്ക് പല്ല് തേക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഡേ കഴിഞ്ഞ ശേഷമാണ്. കാരണം അന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ മടിയായിരുന്നു. ഫസ്റ്റ് ഡേ ക്ലാസ് 12ന് പോയ ഫസ്റ്റ് ഡേ തന്നെ ചെയ്യുന്നത്. സോ ഇപ്പോൾ വർക്കൗട്ട് ഹാബിറ്റ്സൊക്കെ എക്സാമിൻ്റെ അടുക്ക് ആകെ അങ്ങ് പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യും, നമ്മൾ ഉണ്ടാക്കി വെച്ച ഗുഡ് ഹാബിറ്റ്സ് എല്ലാം ഈ എക്സാമിൻ്റെ ഭയങ്കര പ്രഷറിനകത്ത് ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഒബ്വിയസ്ലി പിന്നെ രാവിലെ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ ട്രാൻസിഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ മറ്റേ ബാത്ത് ടവൽ ഇടുന്നു, പെട്ടെന്ന് ഇതായിട്ട് മാറുന്നു, ഇട്ട ഡ്രസ്സായിട്ട് മാറുന്നു. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് രാവിലെ നിസ്കരിക്കണം. ഇത് തഹജ്ജുദാണ് നിസ്കരിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ 1 വർഷം ശേഷമാണ് ഈ വോയിസ് ഓവർ ശരിക്കും ചെയ്യുന്നത് ഓൾമോസ്റ്റ്. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നല്ല മിൽക്ക് ഇട്ട് നല്ല കോഫി ഉണ്ടാക്കുക. രാവിലെ കുടിച്ചാൽ പിന്നെ ഉറക്കം തീരെ വരില്ല. പിന്നെ ഞാൻ റീഡിങ് ചെയ്തായിരുന്നു, പിന്നെ ഫജ്ർ നിസ്കരിച്ചായിരുന്നു. പിന്നെ വീണ്ടും 1.5 മണിക്കൂറിലോട്ട് പഠിക്കുന്ന ഒരു സെഷനിലോട്ട് പോകുന്നു. പിന്നെ പഠിക്കുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേ 1-നകത്തും ഞാൻ പഠിച്ചിരുന്നു, പിന്നെയും ഞാൻ പഠിച്ചിരുന്നു. ബട്ട് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിരുന്നു. എൻ്റെ മിസ്റ്റേക്സ് എന്താണെന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. റിവിഷൻസ് കുറവായി എന്നുള്ളൊരു റിഗ്രറ്റാണ് എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ്. എന്ന് വെച്ചാൽ ഡേ 1ഉം ഡേ എത്രാമത്തെ ഡേ ആണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണുന്നുണ്ടാവും. എന്തായാലും അവസാനത്തെ ഡേയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് ഒരുപാട് റിവിഷൻ ചെയ്തില്ല എന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി YPT എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നത്. പിന്നെ എന്തോ കാരണവശാൽ എനിക്ക് എന്തോ തോന്നിയിട്ട് ഞാൻ എൻ്റെ ട്യൂബിലേക്ക് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഇസ്തിരി ഇടുന്ന സംഭവത്തിലോട്ട് വരുന്നു, അയണിങ് സംഭവം. ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറേ കാലം കൊണ്ടുപോയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഇടയ്ക്ക് ഇത് പറ്റാതാവുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവമാണല്ലോ, നമ്മളിങ്ങനെ വിചാരിക്കും നമ്മൾ പഠിക്കുന്ന ടൈമിൽ എന്താ നമ്മൾ ഫുള്ളി പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ കുറച്ച് സമയം എടുക്കുന്ന ഹാബിറ്റ്സ് പോലും ഇല്ലാതാക്കാൻ തുടങ്ങി. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ഉള്ളൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര, ഇപ്പോൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് മെല്ലെ ഇങ്ങനെ അത് ചെറുതായിട്ട് കുറയുന്ന പോലെ എനിക്ക് തോന്നി സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബമ്മറായിട്ടാണ്. ഞാൻ തന്നെ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 4-5 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു കുട്ടി മേ ബി ഒരു 3 മണിക്കൂർ 50 മിനിറ്റ് 10 മിനിറ്റ് സാധാ സംഭവം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ എന്നുള്ള കാര്യം. ബട്ട് ഞാൻ തന്നെ ആ ഒരു മിസ്റ്റേക്ക് വരുത്തി സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങിയിരുന്നു. സൺലൈറ്റൊക്കെ കിട്ടുന്നത് നല്ലതാണല്ലോ. ഇതും ഐ നൗ കൈൻഡ് ഓഫ് റിഗ്രറ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് ഓഫ് വീഡിയോ ആവുന്നുണ്ട് അന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഒബ്വിയസ്ലി ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിക്കുകയാണെന്ന് തോന്നുന്നു. അതിനുശേഷം വീണ്ടും പഠിക്കുന്നു. ഓക്കെ, നൈസ് കുട്ടി. ലൈക്ക് പിന്നെ അന്ന് ഞാനെന്തോ +1 ഫിസിക്സ് NCERT കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് NCERT കംപ്ലീറ്റ് ആക്കുന്നത് അടിപൊളിയാണ്, അത് ചെയ്യണം. ബട്ട് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് NCERT ഫുൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വേറെയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ NCERT ഒന്നുകൂടി പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഗൈഡൻസ് ഒക്കെ എടുത്തിട്ട് ഒന്നുകൂടി പെട്ടെന്ന് NCERT കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ പോകുന്നതായിരിക്കും ഒന്നുകൂടി വേറെ
ക്വസ്റ്റ്യനിലും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആയാലും മതി. അപ്പോൾ എന്തായാലും നമ്മൾ പഠനമൊക്കെ റെഡിയാക്കുന്നു, നമ്മൾ യൂണിഫോം എല്ലാം ഇടുന്നു. പിന്നെന്താ യൂണിഫോമൊക്കെ അടിപൊളിയല്ലേ സെറ്റല്ലേ നോക്കുന്നു. എനിക്കറിയില്ല, ഞാനാണ് എൻ്റെ ക്ലാസ്സിലാകെ ടക്കിങ് ചെയ്യാറുള്ളത്, വിച്ച് ഈസ് കൈൻഡ് ഓഫ് വിയേർഡ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. പിന്നെന്താ ബുക്കെല്ലാം സെറ്റാക്കുന്നു. എനിക്കറിയുന്ന ഒരു സംഭവമായിരിക്കും, +2ലും +1ലും ബുക്സ് പൊതുവെ കുറവാണ് സത്യം പറഞ്ഞാൽ, കുറച്ച് സബ്ജക്റ്റ് ഉള്ളല്ലോ. പിന്നെ ഒബ്വിയസ്ലി ഞാൻ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ച് വിട്ട് വരുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ച് വിട്ട് വരിക എന്ന് പറയുന്നത് ആദ്യം ഒരു ബസ്സിൽ കയറണം, ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ബസ്സിൽ കയറണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓട്ടോയിൽ കയറണം, അത് കഴിഞ്ഞ് നടന്ന് അവസാനം വീട്ടിലെത്തുന്നു. വീട്ടിൽ എത്തിയിട്ട് ഒബ്വിയസ്ലി വി ചേഞ്ച് അവർ ഡ്രസ്സസ്, വി ഗെറ്റ് ഫ്രഷ്, വി ഫീൽ ബെറ്റർ, അങ്ങനെയൊക്കെ ആവുന്നു. പിന്നെന്താ, ഞാനെന്തോ പായെടുത്ത് കഴിക്കുന്നു. ഞാനെന്താ എന്തൊക്കെയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരുന്ന് വോയിസ് ഓവർ ചെയ്യുന്ന എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഗിറ്റാറെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അത് ഇടയ്ക്ക് വെച്ച് നിന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ജനറൽ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കുറേ ഹാബിറ്റ്സ് എല്ലാം സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സാം ഇതിൽ പോകുന്നുണ്ട്. അത് പോകാതെ നോക്കൽ പോസിബിളാണ്. ബട്ട് ഞാൻ അത്രക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ നല്ല രീതിയിൽ ഇപ്പോഴും ഏകദേശം അന്നത്തെ ഒരുപാട് ഹാബിറ്റ്സ് ഇപ്പോഴും ഉണ്ട്. സോ വീണ്ടും നമുക്ക് തിരിച്ചു തുടങ്ങുന്നത് ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. പിന്നെ ഹാബിറ്റ്സിൻ്റെ ഒക്കെ പറയുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ ഇതുപോലത്തെ ഹാബിറ്റ്സൊക്കെ എല്ലാം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, റീഡിങ്ങിൻ്റെ ഹാബിറ്റൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് അക്കാഡമിക്സിന് വേണ്ടിയിട്ട് അത് ഫുള്ളായിട്ട് സാക്രിഫൈസ് ചെയ്യരുത്. ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ്ലി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആക്കിയെന്ന് വെച്ചിട്ട് കളയരുത്. എസ്പെഷ്യലി ബോർഡ് എക്സാമൊക്കെ ആണെങ്കിൽ. എങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഹാബിറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹാബിറ്റ്സ് ഇതിനെ ഇടയ്ക്കായിട്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് നഷ്ടപ്പെടും, വീണ്ടും ഒന്ന് തിരിച്ചു കൊണ്ടും വീണ്ടും നഷ്ടപ്പെടും, അങ്ങനെ പോയിട്ടുള്ള ഒരു ഹാബിറ്റാണ് സത്യം പറഞ്ഞാൽ എക്സസൈസ്. നിങ്ങൾക്കറിയാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതുപോലെ ഞാനിങ്ങനെ ഗിറ്റാർ കുറച്ച് പഠിക്കാൻ തുടങ്ങിയിരുന്നു, അതും ചെറുതായിട്ട് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് കാണാൻ കഴിയും. ബട്ട് ഇതൊന്നും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പുതിയ ചാലഞ്ചസ് വരും. അപ്പം നമ്മുടെ ഹാബിറ്റ്സിനെല്ലാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടാവും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് ആ ഒരു ഹാബിറ്റ് ഇല്ലാതായി പോയി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാൻ കഴിയും. ലൈക്ക് നമുക്ക് പുതിയൊരു ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ടൈം ഫുള്ളി നമ്മളെ കയ്യിൽ കിട്ടില്ല. പിന്നെ ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഡിസ്ട്രാക്ഷനിലോട്ട് പോകാനും തുടങ്ങും. നമ്മൾ ഭയങ്കര ബേൺ ഔട്ടായിട്ട് നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്. ബട്ട് ഇറ്റ്സ് ഓൾ ഫൈൻ, ഇറ്റ് ഓൾ ഹാപ്പൻസ്, ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ്. വി ക്യാൻ ഓൾവേസ് ടേക്ക് ബാക്ക്. എല്ലാം നമുക്ക് തിരിച്ച് ശരിയാക്കാൻ കഴിയും. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഈസ് മേക്കിംഗ് എ സ്ട്രോങ്ങർ. ഡേ ബൈ ഡേ നമുക്ക് പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്ന എങ്ങനെ ചെയ്യാമെന്നൊക്കെ. പിന്നെ ഒബ്വിയസ്ലി നിസ്കരിക്കുന്ന സംഭവമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഫിസിക്സിൻ്റെ NCERT ഫുൾ കവർ ചെയ്തിരുന്നു, വിച്ച് വാസ് റിയലി ഹാപ്പി ടൈം സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര രസമാണെന്ന് എനിക്ക് തോന്നിയൊരു ടൈമൊക്കെ ആയിരുന്നു ഇത്. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ബട്ട് ഫ്രം ഓൾ ദോസ് മിസ്റ്റേക്സ് ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നുണ്ട്, ഡേ 1 ആൻഡ് ലാസ്റ്റ് ഡേ കമ്പയർ ചെയ്യുന്ന രീതിയിൽ. ബട്ട് ഇറ്റ്സ് ഓൾ ഓസം. YPT എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്റ്റഡീസ് എല്ലാം ട്രാക്ക് ചെയ്യുമ്പോൾ പ്ലസ് ഫ്രണ്ട്സിൻ്റെ ഒപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വി ഫീൽ ലിറ്റിൽ മോട്ടിവേറ്റഡ്. പിന്നെ എന്താ ഞാനെന്തോ കടയിനകത്ത് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തോ സാധനം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ എന്തോ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചൊക്കെ എൻ്റെ അവസ്ഥ. ഞാൻ അത്രയും വർഷം മുന്നത്തെ സംഭവം ഞാനിപ്പോൾ പറയുകയാണ്. പിന്നെ ഒബ്വിയസ്ലി ഡിന്നർ, നിസ്കാരം, പിന്നെ എന്തോ ഫാമിലി ടൈം, കുറച്ച് നേരം ഉമ്മാൻ്റെ ഒപ്പൊക്കെ ഇരുന്നിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹാബിറ്റ്, എൻ്റെ ഏറ്റവും കൂടുതൽ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ വാല്യൂ എൻ്റെ ലൈഫിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹാബിറ്റാണ് എന്താണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റി ഞാൻ പണ്ടും കുറേ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മോഡ് ഓഫ് ജേർണലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ എ ഡേ ഇൻ എ സെൻറ്റൻസ്, നിങ്ങളുടെ ഒരു ദിവസം ഒരൊറ്റ സെൻറ്റൻസിലാക്കിയിട്ട് എഴുതുക. എന്നിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ഓരോ ലൈന് ഓരോ ദിവസമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഇതിലുള്ള ജേർണലിങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ മിഞ്ഞാന്ന് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ആക്ച്വലി യു ആർ ലൂസിങ് യുവർ ലൈഫ് എന്നുള്ള, എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ സംഭവങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് ഇങ്ങനെ ഇല്ലാതായി പോകുന്നത്. ഓരോ സെക്കൻഡിൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ജേർണലിങ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്. പിന്നെ ഓബ്വിയസ്ലി കുറച്ച്
കെയർ, ഐ മീൻ ബോഡി കെയർ ടൈപ്പ് ഓഫ് സ്റ്റഫ്. കാരണം ഉറങ്ങാൻ പോവുകയാണല്ലോ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒബ്വിയസ്ലി നമ്മൾ പല്ല് തേക്കണം, പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഗുഡ് നൈറ്റ് പോലെ പറയണം. പിന്നെ ഒബ്വിയസ്ലി അവിടെ ഇങ്ങനെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, മ്യാവ് മ്യാവ് പൂച്ച. ഐ ഡോണ്ട് നോ, ഐ എം റിയലി എ കാറ്റ് ലവർ ടൈപ്പ് ഓഫ് പേഴ്സൺ. ദേ ആർ റിയലി അഡോറബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം എ കാറ്റ് പേഴ്സൺ. യെസ്, കറക്റ്റ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഓക്കെ, സോ എനിക്കിങ്ങനെ തൊടുന്നതൊക്കെ ഇഷ്ടമാണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് തൊടുന്നത്. ദേ ഹേറ്റ് ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് സച്ച് പീപ്പിൾസ്. എൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോ എടുത്തായിരുന്നു ഞാൻ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ടൈം ലാപ്സ് ഇട്ട് കഴിഞ്ഞാൽ വലിയ രസമല്ല കാണാനെന്നുള്ളത്. പിന്നെ എന്തായാലും ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. ഇപ്പോൾ എന്താ ഞാൻ എൻ്റെ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്നത്? ബാഗ് ഇവിടെ വെക്ക്, എന്നിട്ട് എന്ത് എന്നിട്ട് ഇവിടെ എന്തോ ഈ സാധനം ഓക്കെ 8:20 കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ഡ്രാമ. ഓക്കെ, പിന്നെ ഇങ്ങനെ കറങ്ങിത്തിരിയുന്നു. എൻ്റെ റൂം നല്ല വൃത്തിയുണ്ട്. ഇത് ശരിക്കും ഞാൻ എൻ്റെ പാസ്റ്റ് സെൽഫിനോട് സംസാരിക്കുന്ന പോലെയാണ്. ഇവൻ എന്താണ് പറയാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. ഓക്കെ, ബെഡ് നല്ല രസമുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. പിന്നെ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ് ഒന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ, ഇതൊക്കെ സ്പെക്ടാക്കുലർ മൊമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത് കെമിസ്ട്രിയുടെ ലെസൺ ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഫസ്റ്റ് ഡേ കെമിക്കൽ കൈനറ്റിക്സ് ആയിരുന്നു എടുത്തിരുന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ കണ്ണ് ചിമ്മുന്നത് പോലെയാണ് ടൈം പോയത്. ഇന്നലെ ആയിരുന്നു 10th കഴിഞ്ഞ് +1 ചേർന്നത്. ആൻഡ് സഡൻലി ഇറ്റ്സ് ലാസ്റ്റ് ഡേ ഓഫ് ക്ലാസ് 12th. ആൻഡ് ആ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. എന്ന് വെച്ചാൽ മിഞ്ഞാന്നോ കുറച്ച് ഏതാ ദിവസം എന്ന് പോലും ഞാൻ സത്യം പറഞ്ഞാൽ മറന്ന്. സോ ഈ ദിവസം ലാസ്റ്റ് ഡേ എടുത്തതാണ്. അപ്പോൾ ഭയങ്കര എന്തോ പോലെ, ലൈക്ക് സത്യം പറയാലോ ഇന്നലെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ പോലെയാണ്. ആൻഡ് ഇന്ന് ക്ലാസ് 12th കഴിയുന്നു. ഇന്നല്ല ഈ വീഡിയോ, ഇന്ന് ഇപ്പോൾ ഏതാ ദിവസം? ഓക്കെ, ഇന്നലെയാണ് ലാസ്റ്റ് ഡേ. ഓക്കെ, ഇന്നലെ +2 കഴിഞ്ഞു. ലൈക്ക് സീരിയസ്ലി, ലൈക്ക് +2കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഈ ഒരു ഫീലിംഗ്. സത്യം പറയാലോ ഇന്നലെയാണ് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് +1 വന്ന് ചേർന്ന്. ആൻഡ് ഇറ്റ്സ് ഓവർ. ലൈക്ക് ഇത് ബയോളജി എക്സാമിൻ്റെ ഡേ ആണ്. ഏറ്റവും അവസാനത്തെ ക്ലാസ് 12th CBSE ബോർഡ് എക്സാം ഇതായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി മെസ്സി റൂമൊക്കെ ഉണ്ട്, അതൊക്കെ നന്നാക്കുന്നുണ്ട്, ഡോണ്ട് വറി. ഓക്കെ, പിന്നെ കുറച്ചൊക്കെ പഠനം. സോ ദിസ് ഈസ് ദി ലാസ്റ്റ് ടൈം മേ ബി ഈ ഒരു യൂണിഫോം ഞാൻ വെയർ ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി. ഇനി നമുക്ക് ബാഗിലോട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ഹോൾ ടിക്കറ്റ് ഓൾറെഡി ബാഗിനകത്തുണ്ട്. പിന്നെ ഇപ്പം എന്താ, ബയോളജി ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലായിരിക്കും. പിന്നെ ആകെ മര്യാദക്ക് വെക്കാനുള്ള സാധനം എന്ന് പറയുന്നത് പൗച്ച്, ഐഡൻറ്റിറ്റി കാർഡ്, പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണം. ഓക്കെ, ഐ എം ഡൺ വിത്ത് ഇറ്റ്. ഒരു ഷർട്ടൊക്കെ വെച്ചിട്ടുണ്ട് അഥവാ ആവശ്യം വന്നാൽ. ഐ സ്റ്റിൽ ഹാവ് 2 പാടും കൂടിയും റിവൈസ് ചെയ്ത് നോക്കാൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവർ റീപ്രൊഡക്ഷൻ. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാനം മെൻസ്ട്രൽ സൈക്കിൾ നോക്കാറുണ്ട്. ആൻഡ് ദർ യു ഗോ ഗെറ്റിംഗ് റെഡി ടു ഗോ ടു എക്സാം സെൻറ്റർ. ഞങ്ങളുടെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാലയ ആയിരുന്നു, മലപ്പുറം കേന്ദ്ര വിദ്യാലയ. ആൻഡ് വി ആർ ഗോയിങ് ടു ദ സ്കൂൾ. നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൻ്റെ ബസ്സൊക്കെ കാണുന്നു. ആൻഡ് നിങ്ങൾക്കറിയോ ഈ ഒരു ഫീലിംഗ് എന്താണെന്ന്? കുറേ കാലമായിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം, 2 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം, 1 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം, അടുത്ത ആഴ്ചയാണ് എക്സാം, നാളെയാണ് എക്സാം. എന്നിട്ട് ഈ ബയോളജി എക്സാം എത്തുമ്പോഴും ഇനി ഇത്രയും ദിവസമുണ്ട്, അത് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞു, സ്കൂൾ കഴിഞ്ഞു. ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ്. 3 hours later. And then you have that feeling, all the exams are over, class 12th is over. How do you feel about school കഴിഞ്ഞതിനെ പറ്റി? വളരെ ആശ്വാസമുണ്ട്, വളരെയധികം സങ്കടമുണ്ട്. പിന്നെന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, 14 വർഷം അങ്ങ് അവസാനിച്ചു. പിന്നെ ഇപ്പൊ എന്താ പറയാ, പിന്നെ പോയി എല്ലാരും ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്കോ? മറ്റേ ഗോസ്റ്റിങ്ങിന്റെ ആളാണ്. സ്കൂൾ കൂട്ടിയതിന് ഒരു വിവരം ഉണ്ടാവില്ല. എന്താ തോന്നണേ? മഹാസമുദ്രം കഴിഞ്ഞല്ലേ? വലിയൊരു സമുദ്രം കഴിഞ്ഞു. ഓക്കെ, റാഷിദ്, ഹൗ ഡു യു ഫീൽ? സ്കൂള് കഴിഞ്ഞതിനെ പറ്റി എന്താ തോന്നണേ? ആശ്വാസം. മാസിൻ कैसा हुआ? What do you feel about school finished? Speechless. അച്ഛൽ കവിതകളെ പോലെ. ഹൗ ഡു യു ഫീൽ അബൌട്ട് സ്കൂൾ കഴിഞ്ഞു? ആശ്വാസം ഉണ്ടോ? ആശ്വാസം ഉണ്ട്, നല്ല ആശ്വാസം ഉണ്ട്.
അമ്മനെ ഹൗ ഡു യു ഫീൽ അബൌട്ട് എന്നോട് ചോദിച്ചോ? ആ സ്കൂൾ കഴിഞ്ഞതിനെ പറ്റി എന്താ പറയാനുള്ളത്? സങ്കടം ഉണ്ടോ? സങ്കടം വരുമ്പോ ചെങ്ങായിമാരെ മിസ് ചെയ്യേണ്ട അവരിതുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ശിബിലി സ്കൂൾ കഴിഞ്ഞതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. പറഞ്ഞില്ലേ ഫുസൈൽ പോയാ? ഇനി എന്താ പ്ലാൻ? അതൊന്നും അറിയില്ല. ജയിച്ച എന്താ പ്ലാൻ? അടുത്തത് ഫൈനൽ ടൈം വി ആർ ഹിയർ. 10th വന്നു, +2 വന്നു ആൻഡ് കഴിഞ്ഞു ഗൈസ്. അതെ, അത് സെറ്റ് ഡയലോഗ്. ഷിബി വീട് പറയുകയാണ്. പിന്നെ എക്സാം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് നിസ്കരിക്കണം. പിന്നെ പിന്നെ ഞങ്ങളുടെ ഉസ്താദിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. ഉസ്താദിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങണം. ഓൾറെഡി ഞങ്ങൾക്ക് മെൻറ്റേഴ്സായിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ ഉസ്താദിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വന്നതായിരുന്നു. അത് വാങ്ങാൻ വന്നപ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വണ്ടിക്ക് എന്തോ സംഭവം പറ്റിയത് എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കുന്നു, ഡ്രസ്സൊക്കെ സെറ്റാണെന്ന് നോക്കുന്നു. ഓക്കെ, ഒബ്വിയസ്ലി ഇങ്ങനെ ഓരോന്നൊക്കെ നടക്കുന്നു. വണ്ടി പഞ്ചറായി ഗൈസ്. പിന്നെ ആ ഒരു സമയം തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ കെമിസ്ട്രി മെൻറ്റർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഞങ്ങൾ ഇവരെ കണ്ടുമുട്ടുന്നു ആൻഡ് ഗിഫ്റ്റ് കൊടുക്കുന്നു. ആദ്യമായിട്ട് ടയർ പഞ്ചറായിട്ട് ഹൗ യു ഫീൽ? പുതിയൊരു എക്സ്പീരിയൻസ് ആയോ? യെസ്, വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിമുന്നേറ്റത്തോടു കൂടി നേരിടും തോന്നുന്നുണ്ടോ? അതൊക്കെ ടയറും പഞ്ചറും കൂടെ എടുത്തുണ്ടെങ്കിലേ അല്ലെങ്കിൽ. പിന്നെ ക്ലാസ് 12ന്റെ അവസാനത്തോട്ടുള്ള ഫെയർവെല്ലിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. സെയിം സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യായിരുന്നു. ഓരോ പരിപാടി വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക. അപ്പം ഞങ്ങൾ തീരുമാനിച്ചൊരു സംഭവമായിരുന്നു, നമ്മൾ പൈസ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മേജർ പോർഷൻ നമ്മൾ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്കൂളിലോട്ട് തന്നെ വിസിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. ബട്ട് ആക്ച്വലി ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇഫ്താറിന് പോകുന്നു, കടൽപ്പുറത്തോട്ട് ഇഫ്താറിന് പോകുന്നതായിരുന്നു. എനിക്ക് അൺഫോർച്യുനേറ്റ്ലി അതിന് പോകാൻ പറ്റിയില്ല. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഒടുക്കം പോലെ ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. ആൻഡ് ഗൈസ്, ഇനി ജീവിതത്തിൽ എന്തെന്ന് ആലോചിക്കാനുള്ള ടൈമായി ഗൈസ്.